സ്വീറ്റ് ബ്ലഡ് എന്ന കൊറിയൻ ബി എൽ സീരീസിന്റെ ഫൈനൽ എപ്പിസോഡാണ് നമ്മൾ ഇന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ മിനുവും ലൂസിഫറാണെന്ന് കിസ് അടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ആ ടൈമിൽ മിനുവിന്റെ കൈ തട്ടിയിട്ട് ടി വി ഓൺ ആവുകയാണ്. റിമോട്ടിൽ ടച്ച് ചെയ്തിട്ട് ടി വി ഓൺ ആവുകയാണ്. അപ്പൊ ടി വിയിൽ ഇങ്ങനെ കാണിക്കുവാണ്, അതായത് ഇന്ന് രാത്രിയാണ് ആ ഒരു ബ്ലഡ് മൂൺ നൈറ്റ്. അതായത് ഇന്ന് രാത്രിയിലാണ് അവർ പരസ്പരം കഴുത്തിനെ കടിച്ചിട്ട് അവരുടെ ആ ഒരു ബ്ലഡ് ബോണ്ടിങ് അവിടെ അവസാനിപ്പിക്കേണ്ടത്. സോ ഈ ന്യൂസ് കണ്ടതോടുകൂടി നമ്മുടെ മിനു ആകപ്പാട് ഒരു സൈലന്റ് ആയി. മിനു ഇങ്ങനെ മിണ്ടാണ്ട് പോയിരിക്കുക. ആ ടൈമിൽ ലൂസിഫർ സമാധാനിപ്പിക്കാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. എന്ത് പറ്റി മിനു എന്നൊക്കെ ചോദിക്കുമ്പോൾ മിനു പറയുന്നുണ്ട്, ഇന്നത്തോടുകൂടി നമ്മുടെ ആ ഒരു ബോണ്ടിങ് ഇവിടെ അവസാനിക്കും. നീ നിന്റെ നാട്ടിലേക്കും ഞാൻ എന്റെ നോർമൽ ജീവിതത്തിലേക്കും തിരിച്ചു പോകും. അതായത് ലൂസിഫർ അവന്റെ വാമ്പയർ ലോകത്തേക്കും പോകും, മിനു അവന്റെ സാധാരണ ജീവിതവും ഇങ്ങനെ നയിച്ചുകൊണ്ട് പോകും. അങ്ങനെ ചോദിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലൂസിഫർ ചോദിക്കുന്നുണ്ട്, നീ എന്താ പറയുന്നത്, ഞാൻ ഇനി പോവണ്ടെന്നാണോ? നീ പറഞ്ഞു ഞാൻ പോവില്ല എന്ന് നമ്മുടെ ലൂസിഫർ പറയുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ മിനു പറയുന്നുണ്ട്, ഇല്ല അത് ശരിയാവില്ല, കാരണം അത് വാമ്പയർ ആണല്ലോ, വാമ്പയറിന്റെ മുകളിലല്ലേ നിൽക്കേണ്ടത്. ആൻഡ് മിനു അതിന്റെ കൂടെ തന്നെ പറയുന്നുണ്ട്, നീ പോവാണ്ടൊന്നും ഇരിക്കണ്ട, പക്ഷെ എനിക്ക് നീ പ്രോമിസ് ചെയ്യണം, എന്നെ കാണാൻ നീ എപ്പോഴും വരും, എപ്പോഴെങ്കിലും ഒരു ദിവസം നീ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരും എന്ന് എനിക്ക് പ്രോമിസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ വാമ്പയറും പറയുന്നുണ്ട്, നിനക്ക് എന്നെ വിശ്വസിക്കാം, ഞാൻ നിന്നെ കാണാൻ ഉറപ്പായിട്ടും വന്നിരിക്കും എന്ന് പറഞ്ഞിട്ട് പ്രോമിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ മിനു പറയുന്നുണ്ട്, എനിക്കും ഇത് തന്നെയാണ് വേണ്ടത്, എനിക്ക് നിന്നെ അത്രയ്ക്ക് വിശ്വാസമാണ് എന്ന് പറയുന്നു. അപ്പം നമ്മുടെ വാമ്പയറും ഇങ്ങനെ അവരൊരു സമാധാനത്തിലെത്തി. ആൻഡ് ആ ടൈമിൽ മിനു പറയുന്നുണ്ട്, അപ്പൊ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ അല്ലേ, നമുക്കിന്ന് സെലിബ്രേറ്റ് ചെയ്യേണ്ടത് ചോദിക്കുമ്പോൾ നമ്മുടെ ലൂസിഫർ വാമ്പയർ വേഗം ചാടിക്കയറി പറയുന്നുണ്ട്, എന്നാ പിന്നെ ഇന്ന് ഞാൻ കുക്ക് ചെയ്യാമെന്ന്. അത്ര വലിയ ബന്ധങ്ങളിലേക്കൊക്കെ പോണോ ശിവൻകുട്ടി എന്നുള്ള രീതിയിൽ നമ്മുടെ മിനു ആണെങ്കിൽ ഇങ്ങനെ ഞെട്ടിത്തെറിച്ച്, കാരണം ഒരിക്കൽ കുക്കിങ്ങിന്റെ രുചി അറിഞ്ഞിട്ടുള്ള ആളാണ്. ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ വാമ്പയർ പറയുന്നുണ്ട്, ഞാൻ തമാശ പറഞ്ഞാണ്, ഞാൻ ഇന്ന് പോയിട്ടൊരു കേക്ക് മേടിച്ചോണ്ട് വരാം, കുറച്ച് മധുരമൊക്കെ കഴിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ മിനുവും പറയുന്നുണ്ട്, ഞാൻ വേഗം ഇന്ന് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് വേഗം തിരിച്ചു വരാം, നമുക്കിന്ന് ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും, മിനു അവന്റെ വർക്കിനും പോകുന്നുണ്ട്, ലൂസിഫർ പുറത്തേക്ക് കേക്കൊക്കെ മേടിക്കാൻ വേണ്ടി ഇറങ്ങി പോകുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ മിനു ആണെങ്കിൽ അന്നത്തെ ദിവസം കടയിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങുവാണ് ബോസിനോടൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് മിനു പുറത്തിറങ്ങിയിട്ട് അവനവന്റെ കയ്യിലാണെങ്കിൽ 2 മോതിരമുണ്ട്. അതായത് മിനുവിനാണെങ്കിൽ ഇന്ന് ലാസ്റ്റ് ആണല്ലോ, ജസ്റ്റ് മോതിരമൊക്കെ കൈമാറി ഒരു എൻഗേജ്മെന്റ് പോലെയൊക്കെ നടത്താന്ന് വിചാരിച്ചിട്ടായിരിക്കും. മിനുവിന്റെ കയ്യിൽ 2 മോതിരമുണ്ട്. ഇതൊക്കെ നോക്കി മിനു സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ആരോ ഒരാള് പെട്ടെന്ന് മിനുവിനെ ക്ലോറോഫോം പോലത്തെ എന്തോ മണപ്പിച്ചിട്ട് കൊണ്ടുപോവാണ്. അപ്പൊ നമ്മളെ കാണിക്കുന്നത് ആ മോതിരം അവിടെ നിലത്ത് വീണ് കിടക്കുന്നതാണ്. അവിടെ സീൻ കട്ട് ചെയ്ത് അടുത്ത സീൻ എന്താന്ന് വെച്ചാല്, നമ്മുടെ ലൂസിഫർ ആണെങ്കിൽ കേക്കൊക്കെ മേടിച്ച് സന്തോഷത്തിൽ വീട്ടിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ലൂസിഫറിന് വയ്യാണ്ടാവുകയാണ്. അതായത് നമ്മുടെ മിനുവും ലൂസിഫറും തമ്മിലൊരു ബ്ലഡ് ബോണ്ട് ഷെയർ ചെയ്യുന്നത് കൊണ്ട് മിനുവിന് അവിടെ എന്ത് സംഭവിക്കുന്നോ അതേ കാര്യങ്ങൾ ഇവിടെ ലൂസിഫറിനും സംഭവിക്കും. അങ്ങനെ ലൂസിഫറിന് ഒട്ടും വയ്യാണ്ടായി ലൂസിഫർ അവിടെ വീടുവാണ്. അപ്പോഴേ ലൂസിഫറിന് മനസ്സിലായി മിനുവിന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. ആൻഡ് ആ ടൈമിൽ ഈ വാമ്പയേഴ്സിന് പരസ്പരം മൈൻഡ് വെച്ച് സംസാരിക്കാൻ പറ്റുന്ന പോലെ നമ്മുടെ ലൂസിഫറിനോട് ആരോ സംസാരിക്കുന്നു. അപ്പൊ തന്നെ ലൂസിഫറിന് മനസ്സിലായി അത് അവന്റെ ചേട്ടൻ ലൂസിയർ ആണെന്ന്. ആൻഡ് ലൂസിയർ പറയുന്നുണ്ട്, നിന്റെ വേണ്ടപ്പെട്ട ആൾ എൻ്റെ അടുത്തുണ്ട്, അവനെ ജീവനോടെ കാണണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് ഓടിവാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൂസിഫർ ആണെങ്കിൽ പെട്ടെന്ന് മിനുവിനെ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് ഓടി വരുവാണ്. ദെൻ ഒരു വീടിന്റെ ടെറസിന്റെ മണ്ടയിലാണ് നമ്മുടെ മിനു ഉള്ളത്. ആൻഡ് നമ്മുടെ ലൂസിഫർ അങ്ങോട്ട് ഓടി വരുമ്പോൾ തന്നെ കാണുന്നത് വയ്യാണ്ട് അവിടെ ഇരിക്കുന്ന മിനുവിനെയാണ്. മിനുവിന്റെ അടുത്ത് പോയിട്ട് ലൂസിഫർ ചോദിക്കുന്നുണ്ട്, ഓക്കെ ആണോ, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എഴുന്നേൽപ്പിക്കാൻ നോക്കുമ്പോൾ പകുതി ബോധത്തിൽ എഴുന്നേറ്റിരിക്കുന്ന നമ്മുടെ മിനു പറയുന്നത്, ലൂസിഫർ വേഗം പുറകോട്ട് നോക്കും, നിന്റെ പുറകില് എന്ന് പറയുന്നത്. ആ ടൈമിൽ ലൂസിഫർ പുറകോട്ട് നോക്കുമ്പോൾ നമ്മുടെ ലൂസിയർ ആണ് അവിടെ. പെട്ടെന്ന് തന്നെ ലൂസിഫറിന്റെ കഴുത്തെ പിടിച്ച് പൊക്കി അങ്ങ് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത്, നിന്നെ എന്റെ കയ്യിൽ ഇങ്ങനെ കിട്ടണമായിരുന്നു, എനിക്ക് നിന്നെ ഇങ്ങനെ തന്നെ കൊല്ലണമായിരുന്നു എന്ന് പറഞ്ഞിട്ട്. ആ ടൈമിലാണ് നമ്മളൊരു സത്യം കാണിക്കുന്നത്. അതായത് സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് എപ്പിസോഡിൽ ഒരു മനുഷ്യനാണ്, അതായത് ഒരു കുട്ടിയാണ് ഈ ലൂസിയറിന്റെ ഒക്കെ കഥ പറയുന്നത്. ആ കഥയിൽ നമ്മുടെ ലൂസിയർ ആണ് നല്ലവൻ, ഹാഫ് ഹ്യൂമനും ഹാഫ് ബ്ലഡഡ് വാമ്പയറുമായിട്ടുള്ള നമ്മുടെ ലൂസിഫറിനെ അവിടെ ഒരു വില്ലനായിട്ടായിരുന്നു ചിത്രീകരിച്ചിരിക്കുന്നത്. ബട്ട് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ പ്യുവർ വാമ്പയർ ആണ് ദുഷ്ടൻ. ആൻഡ് നമ്മുടെ ലൂസിഫർ എന്ന് പറയുന്നത് ഹ്യൂമൻ ബ്ലഡ് പോലും കുടിക്കൂല. മിനുവിന്റെ ബ്ലഡിന് എന്തോ ഒരു ടേസ്റ്റ് ഉള്ളത് കൊണ്ട് മാത്രം, അത് അവനെ ആകർഷിച്ചത് കൊണ്ട് മാത്രം അവൻ കൺട്രോൾ പോയി കുടിച്ചതാണ്. ബട്ട് നമ്മുടെ ലൂസിയർ അങ്ങനെയല്ല. ആൻഡ് അവിടെ ആ ഒരു ഫ്ലാഷ് ബാക്ക് അല്ല, നമ്മളെ ആ ഒരു റിയലൈസേഷൻ കാണിച്ചിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലൂസിയർ സ്വന്തം അനിയനാണെന്ന് പോലും ഒരു ഇത് കൊടുക്കാതെ നിന്നെ എനിക്ക് കൊല്ലണം എന്നുള്ള രീതി നിൽക്കുവാണ്. ആൻഡ് നമ്മുടെ ലൂസിഫറിനെ പിറക്കി വീണ്ടും മിനുവിന്റെ അടുത്തേക്ക് തന്നെ എറിഞ്ഞിടുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ മിനു ഇങ്ങനെ ആകാശത്തേക്ക് നോക്കുന്നുണ്ട്. ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു മൂണ് നോർമൽ മൂൺ മാറി ബ്ലഡ് മൂൺ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ലൂസിയർ ആണെങ്കിൽ ഈ വാമ്പയേഴ്സിനെ കൊല്ലുന്ന ഒരു കത്തിയുണ്ട്. ആ കത്തി എടുത്തിട്ട് ലൂസിഫറിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുത്താൻ വേണ്ടി വരുമ്പോൾ നമ്മുടെ മിനു പെട്ടെന്ന് മുന്നോട്ട് കയറി അങ്ങ് നിൽക്കുകയാണ്. ആൻഡ് ഈ കുത്ത് കിട്ടുന്നത് നമ്മുടെ മിനുവിനാണ്. നല്ല വൃത്തിക്ക് കുത്ത് കിട്ടുന്നുണ്ട്. അപ്പോഴത്തേക്ക് ലൂസിയർ ആണെങ്കിൽ പണ്ടാര ഇടയ്ക്ക് കയറി വന്നു എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടങ്ങ് മാറി നിൽക്കുവാണ്.
ആ ടൈമിൽ നമ്മുടെ മീനു വേഗം ലൂസിഫറിനോട് പറയുന്നുണ്ട്, ഒന്നും നോക്കണ്ട, എന്നെ വേഗം കടിക്കാൻ പറയുന്നുണ്ട്. അത് നമ്മുടെ ലൂസിഫറിന് അങ്ങനെ കടിക്കാൻ പറ്റില്ലല്ലോ, ലൂസിഫർ കടിക്കുന്നില്ല. പക്ഷെ മീനു പെട്ടെന്ന് തന്നെ ആ മൂണിലേക്ക് നോക്കുമ്പോൾ ഫുള്ളായിട്ട് റെഡ് മൂൺ ആയിട്ടുണ്ട്. അതായത് ആ മൂൺ അങ്ങ് നോർമലായിട്ട് പിന്നെ കടിച്ചിട്ട് കാര്യമില്ല. പറഞ്ഞോണ്ട് നീ ഒന്നും നോക്കണ്ട, എന്നെ കടിക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിവർത്തി കെട്ട് നമ്മുടെ ലൂസിഫർ മിനുവിനെ കടിക്കുവാണ്. അങ്ങനെ കടിക്കുമ്പോൾ തന്നെ ലൂസിഫറിന് അവന്റെ പവർ എല്ലാം തിരിച്ചു വരികയാണ്. അതായത് ആ ഒരു ബോണ്ടിങ് അവിടെ നിന്നു. ആൻഡ് ഓൾസോ ഹ്യൂമന്റെ ബ്ലഡും കൂടെ കുടിച്ചല്ലോ ലൂസിഫറിന്, എക്സ്പെഷ്യലി മിനുവിന്റെ ബ്ലഡിന് കുറച്ച് പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് ലൂസിഫറിന് അവന്റെ ശക്തികളെല്ലാം തിരിച്ചു കിട്ടുവാണ്. പിന്നെ പറയണ്ടല്ലോ, താൻ സ്നേഹിച്ച ആളെയാന്ന് കത്തിയും കൊണ്ട് കുത്തി കൊല്ലാനിട്ടേക്കുന്നത്. ചേട്ടനാണോ അനിയനാണോ ഒന്നും നോക്കിയില്ല, പിടിച്ചെടുത്ത് എറിയുവാണ്. പിന്നെ അവിടെ ഭയങ്കര ഒരു ഫൈറ്റിംഗ് സീനാണ് നടക്കുന്നത്. ആൻഡ് നമ്മുടെ ലൂസിഫർ കൊല്ലുന്നുണ്ട്, കഴുത്തിൽ ഞെരിച്ച് കൊല്ലുന്നുണ്ട്. ആൻഡ് അവിടുന്ന് ആ ഒരു വാമ്പയർ മരിക്കുന്നു. ദെൻ നമ്മുടെ മിനുവിന്റെ അടുത്തേക്ക് ലൂസിഫർ ഓടി വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ മിനു അവന്റെ അവസാന വാക്കുകൾ എന്നുള്ള രീതിയിൽ പറയുവാണ്, എല്ലാത്തിനും താങ്ക്സ്, എന്റെ ലൈഫിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട് എന്ന് എനിക്ക് തോന്നിപ്പിക്കാൻ കാരണം തന്നെ നീയാണ്. സോ ഇത്ര നല്ലൊരു ലൈഫ് ഇത്രയും നാൾ എനിക്ക് തന്നതിൽ നിന്നോട് എനിക്ക് ഭയങ്കര താങ്ക്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് പറയുന്നുണ്ട്, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ എന്റെ അവസാന നിമിഷങ്ങളിൽ നീ എൻ്റെ അടുത്ത് ഉണ്ടാവണം എന്നായിരുന്നു, അത് സാധിച്ചു എന്നും പറഞ്ഞ് നമ്മുടെ മിനു അവിടെ ബോധം കെട്ട് വീഴുവാണ്. ആൻഡ് നമ്മുടെ ലൂസിഫർ മിനുവിനെ വിളിക്കുന്നുണ്ട്. മിനു എഴുന്നേൽക്കുന്നില്ല. അപ്പൊ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായ ലൂസിഫർ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുവാണ്. അതും കാണിച്ചുകൊണ്ട് ആ സീൻ അവിടെ കട്ട് ചെയ്യുവാണേ. ഇതിനുശേഷം കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അതായത് അന്ന് ഈ സംഭവങ്ങളൊക്കെ നടന്ന അതേ സ്ഥലത്ത് തന്നെ നമ്മുടെ ലൂസിഫർ ഇരിക്കുവാണ്. ആൻഡ് ലൂസിഫർ ഇരുന്ന് ആകാശത്തോട്ട് നോക്കി എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ആ ടൈമിൽ നമ്മുടെ ലൂസിഫറിനെ ആരോ ജുൻ എന്ന് വിളിക്കുന്നുണ്ട്. ഈ ജുൻ എന്നുള്ള നെയിം പണ്ട് ലൂസിഫറിനെ ആ ഒരു കഫേയിലേക്ക് കയറ്റിയപ്പോൾ കള്ളപ്പേരിട്ട് ബന്ധു എന്ന് പറഞ്ഞ് കയറ്റിയ ഒരു നെയിമാണ്. ആൻഡ് ഈ നെയിം കേട്ട സ്ഥലത്തേക്ക് നമ്മുടെ ലൂസിഫർ നോക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ കാണിക്കുന്നത്, അത് വിളിച്ചിരിക്കുന്നത് നമ്മുടെ മിനു ആണ്. അതായത് നമ്മുടെ മിനു മരിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് തോന്നി ഇവരല്ലേ അന്ന് മരിച്ചത്, നായകൻ മരിച്ച കഥ മുന്നോട്ട് പോവില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്കൊരു സന്തോഷ വാർത്തയായിട്ട് മിനു മരിച്ചിട്ടില്ല. മിനു ഓടി നമ്മുടെ ലൂസിഫറിന്റെ അടുത്തേക്ക് വരുവാണ്. ആ ലൂസിഫറിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, സോറി ഇന്ന് കുറച്ച് ബിസി ആയിപ്പോയി, വഴിയിൽ ഭയങ്കര ട്രാഫിക് ആയിരുന്നു, ബ്ലോക്ക് ആയിരുന്നു. അപ്പൊ നമ്മുടെ ലൂസിഫർ പറയുന്നുണ്ട്, നീ വലിയ കഥയൊന്നും പറയാൻ നിൽക്കണ്ട, നീ ഫുൾ ഉടായിപ്പാണ്, നിനക്ക് പണ്ടത്തെ പോലെ സ്നേഹമൊന്നുമില്ല. അപ്പൊ നമ്മുടെ മിനു പറഞ്ഞോണ്ട് പിണങ്ങാതെ എന്നൊക്കെ പറഞ്ഞ് അവരവിടെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുവാണ്. അവിടുന്ന് നമ്മുടെ മിനുവിന്റെ ഒരു മൈൻഡ് വോയിസ് ആണ് കേൾപ്പിക്കുന്നത്. അതായത് മിനു ഇങ്ങനെ പറയുവാണ്, നമ്മളോട് പറയുന്നതായിട്ട്, അന്നത്തെ ദിവസം രാത്രിയിൽ എന്താണ് സംഭവിച്ചത്, അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്താണെങ്കിലും ഞാൻ കണ്ണു തുറന്നപ്പോൾ എന്റെ മുമ്പിൽ ഞാൻ കാണുന്നത് എന്റെ ലൂസിഫറിനെയാണ്. എന്നിട്ട് അപ്പൊ തന്നെ നമ്മുടെ മെനു മാറ്റി പറഞ്ഞുകൊണ്ട്, സോറി ലൂസിഫർ അല്ല, എന്റെ ജുന്നിനെയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവർ ഹാപ്പി ആയിരിക്കുന്നതും കാണിച്ചുകൊണ്ട് ആ സീരീസ് അവിടെ എൻഡ് ചെയ്യുവാണ്. ഒരു വാമ്പയർ സീരീസിൽ അത് നല്ലൊരു ഫീൽ ഗുഡ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സീരീസാണ്. സോ ഈ സീരീസ് തുടക്കം തൊട്ട് ഇവിടം വരെ കണ്ട് എന്നോട് സപ്പോർട്ട് ചെയ്ത് നിന്ന് എല്ലാവർക്കും താങ്ക്സ്. ആൻഡ് അടുത്തടുത്ത സീരീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ അവിടെയും പ്രതീക്ഷിക്കുന്നു. സോ പുതിയൊരു സീരീസ് ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ.